بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ആഫിയത്തോടെ, ഇസ്സത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആയുസ്സിൽ ഒരു റജബ് മാസം തന്നു എന്നത് വലിയ അനുഗ്രഹമായി തന്നെ നാം കാണണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. റജബ് മാസത്തിന്റെ സർവ്വ പുണ്യത്തിലും അല്ലാഹു നമ്മെ പങ്കാളികളാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ദിവസങ്ങളേറെയായി നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ ഇടവിടാതെ റജബിലെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരുണ്ട്. സർവശക്തനായ അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ. ആരോഗ്യവും ആഫിയത്തും അവരുടെ അമലുകൾക്കുള്ള സ്വീകാര്യതയും അവർക്ക് അതിലുള്ള തൃപ്തിയും അല്ലാഹു നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. റജബ് മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിവസം റജബ് 27 മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും അല്ലാഹുവിങ്കൽ നിന്നുള്ള അംഗീകാരവും മറ്റൊരു നബിമാർക്കും കിട്ടാത്ത ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ് റജബിന്റെ 27. നമുക്ക് പെട്ടെന്ന് തന്നെ റജബ് 27 എന്ന് പറയുന്ന കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ വരാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയ അനുഭവമാണ്. അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മളും സംസാരിക്കുന്നത്. മിഅ്റാജിന്റെ അനുഭവത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയ ചരിത്രവും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായിരിക്കോ എന്ന് പറയാ. അങ്ങനെയല്ല, ഒരു യാത്ര പോയതിനെ കുറിച്ച് പറയാൻ അല്ല. യാത്ര പോയ ശേഷം, യാത്ര കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ ആ യാത്രയിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാം. ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോ, ഒരു യാത്ര പോകുമ്പോ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പലതും യാത്ര കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിലേക്ക് പോവാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ യാത്ര കഴിഞ്ഞ് പോകുമ്പോ കൊണ്ടു ചെല്ലുന്നത് മക്കളും കുടുംബവും കാത്തിരിക്കാം. ഒരു പ്രവാസി അവന്റെ നാട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുന്നത് സന്തോഷത്തോടുകൂടെ കുടുംബം കാത്തിരിക്കാം. നമ്മുടെ പ്രവാചകൻ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ്, നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ആരും ചെയ്യാത്ത ഒരു യാത്ര ചെയ്തു. നമ്മളതിൽ സന്തോഷിക്കാം. നമ്മളിലേക്ക് തിരിച്ചു വന്നപ്പോ മുത്തായ നബി തങ്ങൾ കൊണ്ടുവന്ന സമ്മാനങ്ങളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ കൂടുതൽ ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം. അതൊരു നബി സ്നേഹത്തിന്റെ ഭാഗ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ നമുക്കായി കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ നമുക്ക് സന്തോഷം വേണം. ചില സമ്മാനങ്ങൾ മഹത്തായ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ ഉസ്രിയ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻതഹാ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹാ ഫഉഅതിയ ثلاث الصلوات الخمس وخواتم سورة البقرة
ويغفر لمن مات من أمته لا يشرك بالله شيئا المقحمات. എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിന്റെ അനുഭവം. സിദ്റത്തുൽ മുൻതഹ കടന്നു, അവിടുന്ന് 7 ആകാശങ്ങളും കടന്നു. ആകാശങ്ങളിൽ കണ്ട അത്ഭുതങ്ങൾ, സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ, നരകത്തിന്റെ അകത്ത് കാണപ്പെട്ട വീർപ്പുമുട്ടലുകൾ, അത്ഭുതങ്ങൾ ഏറെ കണ്ടു. അത്ഭുതങ്ങൾ കണ്ട കാഴ്ച, അത്ഭുതങ്ങൾ കണ്ട യാത്ര. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഹബീബായ നബി തങ്ങൾ കൊണ്ടുവന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഈ ഹദീസിൽ 3 കാര്യമാണ് പറയുന്നത്. മറ്റു ഹദീസുകളിൽ പലതും പറയുന്നുണ്ട്. കേട്ടോളൂ, 3 കാര്യങ്ങൾ അള്ളാഹു കൊടുത്തയച്ചു. അള്ളാഹുവേ, ആ 3 കൊണ്ടും സന്തോഷിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. റജബ് 27 സമ്മാനമാണ് അള്ളാന്റെ ഹബീബ് കൊണ്ടുവന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് അസ്സലവാത്തുൽ ഖംസു, 5 വഖത്ത് നിസ്കാരമാ. അതിനോട് നീതി പുലർത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. രണ്ടാമത്തേത് ഹബീബായ നബി തങ്ങൾ കൊണ്ടുവന്ന 2ാമത്തെ സമ്മാനം വഖവാതിമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അറിയാവുന്നവർ കൂടെ ഓദിക്കോ. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈകൽ മസീർ. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അൽ-ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ മിഅ്റാജിന്റെ സമ്മാനമായി കൊണ്ടുവന്നു നബി മുഹമ്മദ് മുസ്തഫ. മിഅ്റാജിന്റെ 1ാമത്തെ സമ്മാനം നിസ്കാരം, 2ാമത്തെ സമ്മാനം സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. മിഅ്റാജിന്റെ 3ാമത്തെ സമ്മാനം വയുഗ്ഫറു ലിമൻ മാത മിൻ ഉമ്മത്തിഹി ലാ യുശ്രികു ബിഹി ശൈഅൻ അൽ മുഖഹമാത്. ശിർക്ക് വെക്കാതെ, വൻപാപങ്ങൾ ചെയ്യാതെ ഈ സമുദായത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇതാണ് 3ാമത്തെ സമ്മാനം. അല്ലാഹു നമ്മളിൽ നിന്നും മരിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു നമുക്ക് സ്പെഷ്യലായി തന്ന ഒരു സമ്മാനാണിത്. ശിർക്കും വെച്ചിട്ടില്ല, ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ടില്ല, അതുപോലെ തന്നെ വൻപാപങ്ങൾ ചെയ്തിട്ടില്ല, വ്യഭിചാരം നടത്തിയിട്ടില്ല, പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല. അല്ലാഹു പുറത്തു തരട്ടെ. പടച്ചോൻ പുറത്തു തരും. ഈ സന്തോഷമാണ് മിഅ്റാജിന്റെ 3 സമ്മാനങ്ങളിൽ, പ്രധാനപ്പെട്ട 3 സമ്മാനങ്ങളിൽ 3 മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് നമുക്ക് കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
ഇനി കണ്ടോളൂ, ഇത് സംബന്ധമായി മറ്റൊരു ഹദീസ് കണ്ടോളൂ. ഇമാം ബഗവി അവിടുത്തെ ശറഹ് സുന്നയിൽ രേഖപ്പെടുത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം عنده جبريل عليه السلام إذ سمع نقيضا من فوقه ورفع جبريل عليه السلام بصره إلى السماء. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഈ ഭൂമിയിൽ വെച്ച് എന്തൊക്കെയോ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലേക്ക് കണ്ണ് നെട്ട് നോക്കി നിന്നു. പെട്ടെന്നതാ ആകാശത്തിന്റെ ഒരു കവാടം തുറന്നതാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബിയേ മാ ഫുതിഹ ഖത്തു, ആ കവാടം ഇതിനു മുമ്പ് ഒരിക്കലും തുറന്നിട്ടില്ല നബിയേ. ഇപ്പൊ കേട്ട ശബ്ദം ആ കവാടം തുറന്നതാണ് നബിയേ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ ഒരിക്കൽ മാത്രം തുറന്ന കവാടത്തിലൂടെ ഒരു മലക്കങ്ങ് ഇറങ്ങി വന്നു. വന്നിട്ട് ആ മലക്ക് ഹബീബിനോട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലകാ. നബിയെ, രണ്ട് പ്രകാശം അല്ലാഹു അങ്ങേക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിച്ചോ. അങ്ങയുടെ മുമ്പ് കഴിഞ്ഞ ഒരു നബിക്കും ആ രണ്ട് പ്രകാശം അല്ലാഹു മുമ്പ് കൊടുത്തിട്ടില്ല റസൂലേ. അങ്ങ് ആ രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചോ എന്ന് ഈ മലക്ക് വന്നുകൊണ്ട് ഹബീബിനോട് സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹു ആ രണ്ട് പ്രകാശം നമുക്ക് തരട്ടെ. ജീവിതത്തിൽ ആ രണ്ട് പ്രകാശം അത് റജബിന്റെ സമ്മാനമാണ്, അത് മിഅ്റാജിന്റെ സമ്മാനമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുമ്പൊരു നബിമാർക്കും ആ രണ്ട് പ്രകാശമോ അതിനോട് തുല്യത പുലർത്തുന്ന മറ്റൊന്നോ നൽകിയിട്ടില്ല. ഏതാണ് ആ രണ്ട് പ്രകാശം എന്നറിയുമോ? ഫാത്തിഹത്തുൽ കിതാബി വഖവാതിമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഫാത്തിഹയും അൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തുമാണ്. മലക്ക് പറഞ്ഞിട്ട് പോയി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പൊ ഈ ആമനർ റസൂൽ എന്നതിന് ഇത്രയും മഹത്വം ഉണ്ടോ? ഉണ്ട്. ആമനർ റസൂൽ എന്നതിന് ഇത്രയും മഹത്വം ഉണ്ട്. വലിയ പ്രകാശ. നീ കേട്ടോളൂ, ബാക്കി കേട്ടോളൂ. മലക്ക് പറഞ്ഞു, നബിയേ ലൻ തഖറഅ ഹറഫൻ മിൻഹുമാ ഇല്ലാ ഉഅതീതഹു. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഹർഫ് ഉച്ചരിച്ചാൽ അൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തിൽ ഒരു ഹർഫ്, ഒരു അക്ഷരം ഒരാൾ ഓതിയാൽ ഒരു അക്ഷരത്തിനാണ് അതിന് കൂലി അല്ലാഹു നൽകാ എന്ന് മലക്ക് ഹബീബിനോട് വിവരം പറഞ്ഞു. ഒരക്ഷരത്തിനാ കൂലി, ഓരോ അക്ഷരത്തിനും അല്ലാഹു കൂലി നൽകും എന്ന് മലക്കിന്റെ വിവരമറിയിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇമാം ബഗവി അവിടുത്തെ ശറഹ് സുന്നയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഈ അൽ ബഖറയുടെ അവസാനത്തെ ആ രണ്ട് ആയത്താണല്ലോ ആമനർ റസൂൽ. എന്താണ് ആ ആയത്തിന്റെ ഒരു പവർ? ഏത് വീട്ടിൽ ആമനർ റസൂൽ ഓതാ? ഹദ്ദാദ് ഓതുന്നതിന്റെ ഭാഗമായിട്ട് ആമനർ റസൂലും ഉണ്ട്. ആമനർ റസൂൽ ഓതാൻ നല്ല പാടുണ്ടോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? അത് ഓതണം. ഈ റജബ് മാസത്തിൽ ഈ രണ്ട് ആയത്ത് ഓതാത്ത വീട്ടിൽ നിന്ന് എങ്ങനെയാ പിശാച് ഇറങ്ങ? കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ റജബിന്റെ സമ്മാനം അത്. റജബ് വന്നിട്ട് ഈ രണ്ട് ആയത്ത് ഓതിയിട്ടില്ലെങ്കിൽ ആ വീട്ടുകാരിൽ നിന്നും എങ്ങനെയാ റജബ് കബൂലാവാ? അല്ലാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ രണ്ട് ആയത്ത് നമ്മുടെ വീട്ടിൽ ഓതണം. കേട്ടോളൂ ഹദീസ്. മഹാനായ ഇമാം ബഗവി ഇവിടുത്തെ ശറഹ് സുന്നയിൽ രേഖപ്പെടുത്തുന്നു. അൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നല്ലാഹ തബാരക വ തആല കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി അൽഫി ആം.
ഈ ആകാശങ്ങളെയും ഭൂമിയെയും പടയ്ക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും പടയ്ക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ അല്ലാഹു ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എന്നിട്ടോ ആ കുറിപ്പിൽ നിന്നും 2 ആയത്തുകൾ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ ഫഅൻസല മിൻഹു ആയത്തൈനി ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ. ആകാശവും ഭൂമിയും പടയ്ക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ അല്ലാഹു ഒരു കുറിപ്പ് എഴുതി. അതിൽ നിന്നും 2 ആയത്തുകൾ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കി. ആ 2 ആയത്തുകളെ കൊണ്ട് സൂറത്തുൽ ബഖറ അല്ലാഹു അവസാനിപ്പിച്ചു. ഫലാ തുഖറാനി ഫീ ദാർ. 3 രാത്രിയിൽ ഈ 2 ആയത്തുകൾ ഒരു വീട്ടിൽ തുടർച്ചയായി പാരായണം ചെയ്താൽ ഫയഖറബുഹാ ശൈത്താൻ, ആ വീട്ടിലേക്ക് ഒരിക്കലും പിശാച് വരൂല. 3 രാത്രി തുടർച്ചയായിട്ട് ഇത് പാരായണം ചെയ്താൽ ഒരു ശൈത്താനും ആ വീട്ടിലേക്ക് വരൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണിത്. ഇമാം ബഗ്വി അവിടുത്തെ ശറഹ് സുന്നയിൽ ഇത് രേഖപ്പെടുത്തുന്നു. ഈ റജബ് മാസം വന്നിട്ട് ഈ ആയത്ത് 2 ഈ 2 ആയത്ത് 3 ദിവസം നമ്മുടെ വീട്ടിൽ ഓരോ പ്രാവശ്യം ഓതിയ നമ്മുടെ വീട്ടിലേക്ക് ഒരു ശൈത്താനും കേറൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള 2 ആയത്താണിത്. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. عن معقل بن يسار رضي الله عنه قال رسول الله صلى الله عليه وسلم حبيب പഠിപ്പിക്ക ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഹബീബ് പറയുന്നു, ഉഅ്തീതു സൂറത്തുൽ ബഖറ, എനിക്ക് സൂറത്തുൽ ബഖറ അവതരിപ്പിക്കപ്പെട്ടു. സൂറത്തുൽ ബഖറ എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. മിനദ്ദിക്രിൽ അവ്വലി, അല്ലാഹുവിന്റെ ഏറ്റവും പഴക്കം ചെന്ന ദിക്റാണ് സൂറത്തുൽ ബഖറ. വഉഅ്തീതു ഫാത്തിഹത്തുൽ കിതാബ്, അതുപോലെ എനിക്ക് ഫാത്തിഹയും അല്ലാഹു തന്നു. വഖവാതിമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് പ്രത്യേകമായി എനിക്ക് തന്നു. ഇതെല്ലാം അല്ലാഹു തന്നത് എവിടെ നിന്നെന്നറിയുമോ? മിൻ തഹ്തിൽ അർശി, ഇത് അർശിന്റെ ചുവട്ടിൽ നിന്നും എനിക്ക് എടുത്തു തന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അർശിന്റെ ചുവട്ടിലാ ഇത് സൂക്ഷിച്ചത്. അത്ര സുരക്ഷിതമായി അല്ലാഹു വലിയ പരിഗണനയിൽ സൂക്ഷിച്ച കുറിപ്പാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അതുപോലെ തന്നെ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ. അപ്പൊ റജബ് മാസമാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. എന്റെ കൂടെ ഇരുന്ന് ഓതിയവരൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യത്തെ ഓത്ത് ഇവിടെ വെച്ചായിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഈ 2 ആയത്തിന്റെ പ്രത്യേകത? ഒരു നിലക്കുള്ള കണ്ണേറും ഈ 2 ആയത്ത് ഓതുന്നവർക്ക് ബാധിക്കില്ലല്ലോ. ആമന റസൂൽ ഓതുന്ന ആൾക്ക് എന്തിനേറെ പിരീഡ് ആവാൻ, പ്രായപൂർത്തിയാവാൻ പെൺകുട്ടികൾ സമയം വൈകുന്നു എന്ന വിഷമം പലയിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് വെള്ളത്തിൽ ഓതി കൊടുത്താൽ മതി. വലിയ പ്രത്യേകതയാ, വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇത് വെള്ളത്തിൽ ഊതി കുടിക്കാം. വലിയ മരുന്നാണിത്. മഹാന്മാരായ പല ഉലമാഉം അങ്ങനെ ഓതി ചികിത്സിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ടോളൂ, ഒരു ഹദീസും കൂടി പറയാം. عن عمران بن حسين رضي الله عنه أنه قال فاتحة الكتاب وآية الكرسي لا يقرأهما عبد في دار فتصيبهم في ذلك اليوم عين إنس أو جن. അൽ-ബഖറ അധ്യായം തന്നെ അത്ഭുതമാണ്. അൽ-ബഖറ അധ്യായത്തിൽ ആമന റസൂൽ മുതൽക്കുള്ള 2 ആയത്തുകൾ അത്ഭുതമാണ്. അൽ-ബഖറയിലെ പിന്നെ മറ്റൊരു അത്ഭുതം ആയത്തുൽ കുർസി ആണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന മഹാനായ സ്വഹാബി പറയാണ്, ഏതെങ്കിലും ഒരു വീട്ടിൽ ആയത്തുൽ കുർസിയും ഫാത്തിഹയും പതിവുണ്ടോ,
അതുപോലെ തന്നെ ആമന റസൂല് പതിവുണ്ടോ, ആ വീട്ടിലേക്ക് ഒരു നിലക്കുമുള്ള കണ്ണേറും ഒരാളുടെ കണ്ണേറും ബാധിക്കൂല. ലാ യഖറഉഹുമാ അബ്ദുൻ ഫീ ദാർ, ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഓതുന്ന വീട്ടില് ഫീ ദാരിൻ ഫതുസീബഹും ഫീ ദാലികൽ യൗമി ഐനു ഇൻസിൻ ഔ ജിൻ. ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഓതുന്ന ആ വീട്ടിലേക്ക് ഒരു പിശാചിന്റെയും കണ്ണേറ് ബാധിക്കൂല, ഒരു മനുഷ്യന്റെയും കണ്ണേറ് ബാധിക്കൂല. അള്ളാഹു കണ്ണേറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ആയത്തുൽ കുർസിയും ഫാത്തിഹയും വീട്ടിൽ ഓതിക്കോ, കണ്ണേറുണ്ടാവൂല. ദുറുൽ മൻസൂറിൽ മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേട്ടോളൂ, അർശിന്റെ ചുവട്ടിൽ 4 നിധികൾ ഉണ്ടായിരുന്നു. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തന്നെ വീണ്ടും രേഖപ്പെടുത്താം, അർശിന്റെ ചുവട്ടിൽ 4 നിധികളുണ്ട്. ആ 4 നിധികൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആ 4 നിധിയും ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഹബീബ് പഠിപ്പിക്കുന്നു, അൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ ഉൻസിൽന മിൻ കൻസി തഹ്തി മിൻ കൻസി തഹ്തിൽ അർശി മിൻ കൻസിൻ തഹ്തൽ അർശി. അർശിന്റെ ചുവട്ടിലെ നിധിയിൽ നിന്നും 4 അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഫാത്തിഹയാണ്, രണ്ടാമത്തേത് ആയത്തുൽ കുർസിയാണ്, മൂന്നാമത്തേത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്താണ്. അർശിന്റെ ചുവട്ടിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ 4ാമത്തെ നിധി സൂറത്തുൽ കൗസറ. അഅ്തൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സാനിഅക ഹുവൽ അബ്തർ. ആ സൂറത്ത് അർശിന്റെ ചുവട്ടിൽ നിന്നും അള്ളാഹു സൂക്ഷിച്ചു വെച്ച ആ നിധിയുടെ 4 ഭാഗം ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. 1 ഫാത്തിഹ, 2 ആയത്തുൽ കുർസി, 3 ആമന റസൂലു, 4 ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത്. നമ്മുടെ വീട്ടില് നിർബന്ധമായും ഫാത്തിഹ വേണം, ആയത്തുൽ കുർസി വേണം, ആമന റസൂല് വേണം. ഇപ്പൊ പറഞ്ഞു ഇന്നാ അഅ്തൈനാകൽ കൗസർ വേണം. ഒരു 1.5 മിനിറ്റ് തികച്ചു വേണ്ട ഇത്രയും ഓതാൻ. എന്ത് നടക്കൂല നമ്മുടെ വീട്ടില്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ 4 നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാവാൻ പാടില്ല. ഇനി കേട്ടോളൂ, ഞാൻ മറ്റൊരു കാര്യം പറയാം. മഹാനായ ശൈഖുന ചെറുവാളൂർ ഉസ്താദൊക്കെ പറയാറുണ്ട്, മഹാന്മാരായ സുഫിയാക്കളൊക്കെ പറയാറുണ്ട്, നമ്മുടെ വീട്ടില് 7 ദിവസം തുടർച്ചയായിട്ട്, ആ വീട് പണിതിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് അൽബഖറ ഓതണം. ഒരു വീട് പണിത 7 ദിവസം തുടർച്ചയായിട്ട് അൽബഖറ ഓതണം. അൽബഖറ ആദ്യം മുതൽ അവസാനം വരെ ഒരു വീട്ടില് ഫുള്ള് ഓതണം. 7 ദിവസം ഒരു വീട് നമ്മൾ താമസാക്കിയ 7 ദിവസം അൽബഖറ ഫുള്ള് ഓതണം. ഏതുപോലെന്ന് വെച്ചാൽ നമ്മൾ പലരും അക്കീക്കത്ത് അറക്കണത് ചിലപ്പോ 40 വയസ്സാകുമ്പോഴാണ് ഓർമ്മ തന്നെ. ചെറുപ്പത്തിലൊന്നും അറുത്തിട്ടുണ്ടാവൂല, എന്നാലും മതി. അക്കീക്കത്തിന്റെ ആ സുന്നത്ത് വീടണമല്ലോ. എന്ന പോലെ അൽബഖറ ഇപ്പൊ വീടൊക്കെ പണിത് 10-30 കൊല്ലായാലും ഇനി ഞാനങ്ങനെ അൽബഖറ ഓതിയാലും മതി, ഇനി ഓതിയാലും മതി. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടണ്ടേ. നമ്മുടെ വീട്ടിൽ വീട് താമസം ആയ ശേഷം നമ്മൾ ക്ഷണിക്കാതെയും നമ്മൾ വളർത്താതെയും വീട്ടിൽ വന്ന് വളരുന്ന ചില ജീവികളുണ്ട്. പട്ടിയും പൂച്ചയൊന്നുമല്ല, പല്ലി. നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതല്ല, നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ പല്ലി ഇഷ്ടം പോലെ ഉണ്ടാവും. ഈച്ച, കൊതുക്, ചലന്തി, എട്ടുകാലി, എന്തൊക്കെയാ വീട്ടിലേക്ക് വന്നുകൂടാ. നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മാത്രമാണ് നമ്മുടെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. ചില വീട്ടിലുണ്ടാവും, അടുക്കളയിലുണ്ടാവും, എലി ഉണ്ടാവും. എല്ലാ വീട്ടിലും ഇല്ല കേട്ടോ, എലി ഉണ്ടാവും. പിന്നെ പലതും ഉണ്ടാവും. ചില വീട്ടില് ചിലപ്പോ വർക്കേരിയുടെ ഭാഗത്തൊക്കെ തവള ഉണ്ടാവും. ഇനി ഇല്ലാത്ത ഹലാക്കുകളൊന്നുമില്ല. എന്ന് ഞാന് നിങ്ങളോട് പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെയും കുറെ ആളുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
നമ്മുടെ വീട്ടിൽ വേറെയും കുറെ ആളുകളുണ്ട്. ഇത് ഞാൻ എന്റെ വക പറയല്ല. ചിലന്തിയും പല്ലിയും പാറ്റയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടെന്ന് പറഞ്ഞത് അത് കിതാബ് നോക്കി പറഞ്ഞതല്ല, ഞാൻ എന്റെ വീട്ടിലെ കാര്യം കണ്ടിട്ട് പറഞ്ഞത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കാം. ഇല്ലാന്നൊന്നും ആരും ചിന്തിക്കണ്ട. എന്റെ വീട്ടിൽ അങ്ങനെ പല്ലിയൊന്നും ഇല്ല ഉസ്താദെ, അതാ ഓടക്കാലി ആ ഭാഗത്തൊക്കെ ഉള്ളൂ. അങ്ങനെയാണോ? അല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഞാൻ കിതാബ് നോക്കി പറഞ്ഞതല്ല, എന്റെ അനുഭവം പറഞ്ഞതാണ്. ഇനി കിതാബ് നോക്കിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങളുണ്ട്, മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിച്ച ഹദീസിന് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ عن ابن ابي الدنيا من طريق يزيد بن جابر احد ثقات الشاميين من صغار التابعين قال ما من أهل بيت إلا وفي سقف بيتهم من الجن إلا إذا وضع الغداء نزلوا فتغدوا معهم والعشاء كذلك. ഹദീസ് കേട്ടോളൂ. നമ്മുടെ വീട്ടിലെപ്പോഴാ ചലന്തി വന്നത്? നമ്മുടെ വീട്ടിലെപ്പോഴാ പല്ലി വന്നത്? നമ്മുടെ വീട്ടിലെപ്പോഴാ പാറ്റ വന്നത്? നമ്മുടെ വീട്ടിലെപ്പോഴാ കൊതുക് വന്നത്? നമ്മുടെ വീട്ടിലെപ്പോഴാ എലി വന്നത്? ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. നമ്മുടെ വീടിന്റെ വാർപ്പിന് മുമ്പൊന്നും ഇവർ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? വീടിന്റെ മേൽക്കൂര വാർക്കുന്നതിന് മുന്നേ, വാർപ്പ് കഴിയുന്നതിന് മുന്നേ വന്നിട്ടില്ല. എന്നാൽ കേട്ടോളൂ, അതുപോലെ തന്നെ മനസ്സിലാക്കണം. ഹബീബിന്റെ തിരുവചനം മഹാന്മാർ ഉദ്ധരിക്കുകയാ. ഫത്ഹുൽ ബാരിയിലുണ്ട് ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങൾ കേട്ട് പഠിപ്പിക്കുന്നു. മാ മിൻ അഹ്ലി ബൈത്തിൻ ഇല്ലാ വഫീ സഖഫി ബൈതിഹിം. നമ്മുടെ വീടിന് എന്നാണോ മേൽക്കൂര വന്നത്, നമ്മുടെ വീടിന് എന്നാണോ മച്ച് വന്നത്, അന്ന് മുതൽക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മിനൽ ജിന്നി. ആരുണ്ട്? നമ്മുടെ വീട്ടില് ജിന്നുണ്ട്. എന്റെ വീട്ടിലുണ്ടോ? ഉണ്ട്. നമ്മുടെ വീടിന്റെ മേൽക്കൂരയിൽ കാക്ക വന്നിരിക്കാറുണ്ട്, പ്രാവ് വന്നിരിക്കാറുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു. ഹബീബിന്റെ തിരുവചനമാണ്. നമ്മുടെ വീട്ടില് ഈച്ചയുണ്ട്, കൊതുകുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ കേട്ടോളൂ, മേൽക്കൂര വന്നോ അന്ന് മുതൽക്ക് നിന്റെ വീട്ടില് ജിന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലൊരു പാമ്പുണ്ട്. പാമ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, കടിക്കൂല. അതിനങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലും, അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ ആ പാമ്പ് കടിക്കാം. വെറുതെ വല്ലോടത്തിലിരിക്കുന്ന പാമ്പ് ഓടിയൊന്നും കടിക്കൊന്നുമില്ല. എന്നാൽ ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ട്. അത് കടിക്കുവോ, അതിനെങ്ങനെയും ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടണം. അങ്ങനെ ഉണ്ട്. ഒരു പാമ്പ് ഒരു പെരക്കകത്ത് കയറി, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ചൂടിങ്ങനെ കൂടുമ്പോ പെണ്ണുങ്ങൾ ഒരു ബോധമില്ലാതെ വാതിലും തുറന്നിടും. അതുപോലെ തന്നെ ഈ വീടിനോട് ചേർന്ന് പടവലത്തിന്റെയും കോവലത്തിന്റെയും പാവക്കയുടെ ഒക്കെ ഇങ്ങനെ പന്തലിങ്ങനെ ചേർത്ത് കെട്ടും. എന്നിട്ട് അതിന്റെ ഒരു തുമ്പ് മരത്തേലേക്കും വലിച്ചു കെട്ടും. വല്ല എലിയേം പിടിക്കാൻ വരുന്ന പാമ്പ് അതിലൂടെ ഇങ്ങനെ കയറി, ആ പന്തലത്തിലൂടെ ഇങ്ങനെ കയറി 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 പെരക്കകത്ത് കയറും. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കണേ? അതൊക്കെ കുറച്ച് നീക്കി അപ്പുറത്തേക്ക് മാറ്റി കെട്ടിക്കൂടെ? പാമ്പ് വരാൻ സാധ്യതയുള്ള മേഖലകൾ, ഷൂ പോലെയുള്ളതൊന്നും രാത്രി പുറത്തിടരുത്. അതിലൊക്കെ കയറിയിരിക്കും. പാമ്പ് വരാതെ സൂക്ഷിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു പെരക്കകത്ത്, ഒരു വീടിന്റെ അകത്ത് ഒരു പാമ്പ് കയറി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു ജീവി ഉണ്ട് എന്ന് അറിഞ്ഞ, എന്തെങ്കിലും കാണിച്ച് അത് ആക്രമിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ അത് ആക്രമിക്കാം എന്ന ധാരണയിൽ നമ്മൾ അതിന് എന്തെങ്കിലും കാണിച്ച് പുറത്തേക്ക് ഇറക്കാൻ നോക്കും. ആ ഒരു സങ്കല്പം ഈ വിഷയത്തിൽ മതി. റസൂലുള്ളാഹി പറഞ്ഞു, മച്ച് നിന്റെ വീടിന് എന്നാണോ വന്നത്, നിന്റെ വീടിന് എന്നാണോ മേൽക്കൂര വന്നത്, അന്ന് മുതൽക്ക് നിന്റെ വീട്ടിൽ ഉണ്ട്, ജിന്ന് ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ വുദിഅൽ ഗിദാ, നിന്റെ വീട്ടിലെ രാവിലത്തെ പ്രാതൽ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുമ്പോ നസലൂ, മച്ചിന്റെ മുകളിലുള്ള
വീടിന്റെ വാർപ്പിന്റെ മുകളിലുള്ള ആ ജിന്ന് താഴേക്ക് ഇറങ്ങി വരും. വീട്ടുകാരന്റെ കൂടെ ഇരുന്ന് ആ പ്രാതല അവനും കഴിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ജിന്നും പിശാചും വന്ന് നമ്മുടെ ഭക്ഷണം കഴിച്ചാ എന്തിനു കൊള്ളാം? പിന്നത് എന്ത് വർക്കത്തുണ്ടെന്നായി പറയുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ഒരു നായ കയറി ഇരുന്ന് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും? ബിസ്മി ചൊല്ലുമ്പോൾ അവൻ ഇന്ന് പട്ടിണിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിയാകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഉദ്ധരണി ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബിസ്മി അങ്ങ് ചൊല്ലലോടുകൂടെ ഇവൻ പറയും ഞങ്ങൾ ഇന്ന് പട്ടിണിയാണല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഭക്ഷണം കഴിക്കണോടത്തുനിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലത്തെ ഭക്ഷണം മാത്രമല്ല, അത്താഴത്തിന്റെ ഭക്ഷണത്തിനും പിശാച് ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിൽ പിശാചുണ്ടെന്ന് ബോധ്യായി. ഇനി കേട്ടോളൂ, ഈ പിശാചിനെ വീട്ടിൽ നിന്ന് ഓടിക്കണം. പിശാചിനെ വീട്ടിൽ നിന്നും ഓടിക്കണമെങ്കിൽ കേട്ടോളൂ, ഒരു വീട് പണിതാൽ ആ വീടിന്റെ ദോഷം മാറ്റണം. അതിനെന്ത് ചെയ്യണം? 7 ദിവസം അൽ-ബഖറ ആ വീട്ടിൽ ഓതണം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 7 ദിവസം ആ വീട്ടിൽ അൽ-ബഖറ ഓതണം. 7 ദിവസം തുടർച്ചയായി ഓതിയാൽ നിന്ന് അത് പാർക്കിൽ തുടങ്ങിയ അന്ന് മുതൽക്ക് ഓതിയാലും നന്നാണ്. ഈ അടുത്തൊരു ദിവസം ഒരു സഹോദരൻ, നമ്മുടെ മഹല്ലിപ്പെട്ടൊരു സഹോദരൻ വീട് പാർക്കലിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അൽ-ബഖറ ഓതണം എന്ന് പറഞ്ഞു. അൽ-ബഖറ ഓതണം. ഇനിയിപ്പോ എല്ലാരും അത് പതിവാക്കാൻ നിൽക്കണ്ട. വീട് പാർക്കലിന് 6:30 മദ്രസയിൽ ഓത്തു കൊടുക്കും. സുബൈ കഴിഞ്ഞ് ഉസ്താദ് മൗലൂദിന് വരുമ്പോ അൽ-ബഖറയും കൂടി അവിടെ ഓതിക്കോ. യാസീൻ ഓതുന്ന പോലെ അത് നടക്കൂല. അതൊക്കെ വീട്ടുകാർ തന്നെ ഓതിയാ മതി. ഒരു അൽ-ബഖറ ഫുള്ള് ഓതി ഒരു മൗലൂദും കഴിച്ച് യാസീന് കഴിഞ്ഞ് വരുമ്പോ ആ പാവത്തിന്റെ മദ്രസയിലെ പണിയും പോവും. ഒരു 250 രൂപ കൊടുക്കുകയും ചെയ്യും അല്ലെ. അൽ-ബഖറയൊക്കെ സ്വന്തം ഓതിയാ മതി. അവനവന്റെ വീട്ടിൽ അൽ-ബഖറ ഓതണം. അങ്ങനെയാണ് നമ്മുടെ ഉലമ അങ്ങനെ പഠിപ്പിച്ചത്. റസൂൽ എന്താ പറഞ്ഞത്? സ്വഹീഹ് മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പ് ആക്കല്ലേ. നിങ്ങളുടെ വീടിനെ നിങ്ങൾ ഒരു ശ്മശാന ഭൂമിയാക്കല്ലേ. ശവം കുഴിച്ചിടുന്ന ഭൂമി പോലെയാക്കല്ലേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. ആ ഹദീസിന് അങ്ങനെ അല്ലാതെ വേറൊരു അർത്ഥമില്ല. ഖബർസ്ഥാനാക്കല്ലേ, മഖാബിറാക്കല്ലേ നിങ്ങളുടെ വീട്. നിങ്ങളുടെ വീട് ഒരു മഖാബിറാക്കല്ലേ. ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ഒരു മഖാബിർ, ഒരു ഖബർസ്ഥാൻ, ഒരു ശവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വിളയാട്ട കേന്ദ്ര. പള്ളിക്കാട്ടിൽ ഇഷ്ടം പോലെ ജിന്നുണ്ടാവും. നിങ്ങളുടെ വീട് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഏതെങ്കിലും വീട് ശവപ്പറമ്പ് പോലെയാണ് എങ്കിൽ, അതായത് പിശാച് കുടിയിരിക്കുന്ന പിശാചിന്റെ പാർക്കൽ അവിടെ ഉണ്ട് എങ്കിൽ, പിശാചിന്റെ താമസം അവിടെ ഉണ്ട് എങ്കിൽ, പിശാച വീട്ടില് ജീവിക്കുന്നുവെങ്കിൽ കേട്ടോളൂ, ഇന്ന ശൈത്വാന, ആ വീട്ടിൽ താമസിക്കുന്ന പിശാചുണ്ടല്ലോ, യംഫിറു, അത് ഇറങ്ങി ഓടും. അലറി വിളിച്ചുകൊണ്ട് ബഹളി പിടിച്ച് പേടിച്ചരണ്ട് പിശാച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടും. ഏത് വീട്? അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു ആ വീട്ടിൽ, എന്നാൽ പിശാച് ഓടി അകലും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഒരു അൽ-ബഖറ ഓതുന്നത് കേട്ട 3 ദിവസത്തേക്ക് ആ ഏരിയ തന്നെ ആ പിശാച് ഉണ്ടാവില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ 3 ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. ഇനി ഞാൻ പറയാം, പിശാചിനെ ഓടിക്കാൻ അൽ-ബഖറ ഏതായാലും ഫുള്ള് ഒരു 7 എണ്ണം ഒരു വീട് പണിതിട്ടുണ്ട്, നമ്മൾ ഓതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും ഇത് ഓതൽ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യാ? ഫാത്തിഹ ഓതാ, അൽ-ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത് ഓതാ, പിന്നെ ആയത്തുൽ കുർസി ഓതാ, അവസാനത്തെ 2 ആയത്തായ ആമന റസൂൽ ഓതാ. ഞാൻ ഈ പറഞ്ഞ ഫാത്തിഹ, അൽ-ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ പറഞ്ഞ ഈ ഐറ്റം 4 ഹദ്ദാദ് ഓതുന്നവരുടെ വീട്ടിൽ ഓതുന്നുണ്ട്. ഹദ്ദാദിൽ ഇതുണ്ടല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അൽ-ബഖറ പാരായണം ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ അൽ-ബഖറ ഉണ്ടാവണം. അൽ-ബഖറ ഓതുന്നോടത്ത് പിശാച് ഉണ്ടാവൂല. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഓതണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്.
അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് നമ്മൾ പറയുന്നത് എന്താണെന്നാ ഇപ്പൊ പറഞ്ഞത്. മിഅ്റാജ് കഴിഞ്ഞ് വന്നപ്പോ റസൂലുള്ളാഹി നമുക്ക് കൊണ്ടുവന്ന സമ്മാനം അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സ്വഹീഹുൽ ബുഖാരി അന്നബി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൻ ഖറഅ ബിൽ ആയതൈൻ മിൻ ആഖിർ സൂറത്തുൽ ബഖറ, ഏതെങ്കിലും ഒരാള് അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, അതായത് ആമന റസൂല് ഓതുന്നു, ഫീ ലൈലത്തിൻ ഓതിയത് രാത്രിയാണ് എങ്കിൽ കഫതാ, ആ രാത്രിയിലുള്ള എല്ലാ ആപത്ത് മുസീബത്തിനും കാവല് ആ 2 ആയത്ത് മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഓതിയാ രാത്രി മുഴുവനും കാവലാഞ്ഞ് വേറെ ഒന്നും വേണ്ട. അത്രയും വലിയ കാവലാണെന്ന് സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. അൽ ബഖറയിലെ മറ്റൊരു അത്ഭുതമാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഭയങ്കര സംഭവമല്ലേ? ആയത്തുൽ കുർസി എന്നതിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടം, ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലായിട്ട് പള്ളിയിലും മുക്രിക്ക വാങ്ക് വിളിച്ചു, മുക്രി ഉസ്താദ് വാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ നമ്മളത് ബാങ്കിന് ഉത്തരം കൊടുത്തു. ഒരു പക്ഷേ എന്റെ സഹോദരിമാര് നിസ്കരിക്കുന്നത് ആ വാങ്ക് അവിടെ കേട്ടെങ്കിലും നിസ്കരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കാം. ബാങ്ക് വിളി കഴിഞ്ഞു, ബാങ്കിന്റെ ശേഷമുള്ള ദുആയും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ബാങ്കിന്റെയും നിങ്ങൾ നിസ്കരിക്കാനുള്ള ഇഖാമത്ത് കൊടുക്കുന്നതിന്റെയും ഇടയിലായിട്ട് ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതിയാൽ, ആയത്തുൽ കുർസി എവിടെ ഉള്ളതാ? ആയത്തുൽ കുർസി അൽ ബഖറയില്. ബാങ്ക് വിളി കേട്ടു, നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കൂലോ, ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഒരു വട്ടം ഓതുന്ന ആൾക്ക് മരിച്ചാൽ സ്വർഗ്ഗമുറപ്പാ. സയ്യിദുനാ റസൂലുള്ളാഹി ഇത് പതിവാക്കിക്കോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാങ്ക് വിളിച്ചിട്ട് അതിന്റെ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ. ആ ദുആ അങ്ങനെ കഴിഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു? ആയത്തുൽ കുർസി ഓതിക്കോ. അത് ശീലമായാൽ ഇഖാമത്ത് എന്തായാലും കൊടുക്കും, നിസ്കരിക്കുകയും ചെയ്യും. അതിന്റെ ഇടയിലായിട്ട് വാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലായി ആയത്തുൽ കുർസി പതിവുള്ള ആൾക്ക് സ്വർഗ്ഗം ഉറപ്പാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബഖറയിലെ അടുത്ത അത്ഭുതം ആയത്തുൽ കുർസിയാ. ഇബ്ലീസ് പോലും ഹബീബിന്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ദി സകാത്തി റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ സകാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി റമളാൻ മാസത്തിൽ സകാത്തിന്റെ മുതൽ വന്നപ്പോൾ അതിന്റെ കാവൽക്കാരനായി ഹബീബായ നബി തങ്ങൾ എന്നെ നിശ്ചയിച്ചു. ഞാനത് ഏറ്റെടുത്തു. എല്ലാ ദിവസവും രാത്രി ഒരാൾ വരും, അയാൾ വന്ന വഴി അയാളുടെ വിശപ്പ് കാരണം, ദാരിദ്ര്യം കാരണം വരുന്ന വഴിയിൽ പള്ളിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന സക്കാത്തിന്റെ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അയാൾ അങ്ങ് വാരിയെടുക്കും. ഞാൻ ചൊല്ലും, എന്നിട്ട് അയാളെ പിടികൂടും. എന്നിട്ട് പറയും, അത് അവിടെ ഇട്. നിന്റെ കാര്യം റസൂലുള്ളാഹിയോട് ഞാൻ പറയും, നിന്റെ കാര്യം റസൂലുള്ളാഹിയോട് ഞാൻ പറയുമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയും, വിശന്നിട്ടാ മോനെ, ഞാൻ പട്ടിണിയാണ്. അയാളെ വിട്ടേക്കും. അള്ളാന്റെ റസൂലിന്റെ അടുക്കല് പിറ്റേന്ന് ചൊല്ലും. ഹബീബായ നബി തങ്ങൾ ചോദിക്കും, ഇന്നലെ രാത്രി ആരെങ്കിലും വന്ന് സക്കാത്തിന്റെ മുതൽ കൈയിട്ട് വാരിയോ? നബിയെ. അയാള് കള്ളനാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്ന് വരുമ്പോ ഞാൻ പിടിക്കാം എന്ന് തീരുമാനിച്ചു. പിറ്റേന്നും വന്നു. പിറ്റേന്നും അതുപോലെ തന്നെ വാരി ഞാൻ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ഏൽപ്പിക്കും, നീ കള്ളനാ.
അപ്പൊ ഇന്നലത്തെക്കാളും ഒരുപാട് വാടിയ മുഖത്തോടെ സങ്കടപ്പെടുന്ന വാക്കുകളോടെ എന്റെ മുന്നില് വളരെയധികം കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ നീ വിട്ടേക്ക്, ഞാനൊരു പാവ പട്ടിണി കൊണ്ട മനസ്സലിഞ്ഞു, ഞാൻ പറഞ്ഞയച്ചു. പിറ്റേന്ന് ചെന്നപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നലെ വന്ന ആള് ഇന്നും വന്നല്ലോ, അയാൾ ഇന്നും പറഞ്ഞത് കളവായിരുന്നു അബൂ ഹുറൈറ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ദിവസം എത്തിയപ്പോൾ ഞാൻ പിടിച്ചു അവനെ, എന്നിട്ട് പറഞ്ഞു, നീ കള്ളനാ, നിന്നെ ഒരിക്കലും ഞാൻ തിരിച്ചയക്കില്ല. അയാൾ പറഞ്ഞു, എന്നാൽ എന്നെ പറഞ്ഞയച്ചാൽ ഞാൻ നിനക്ക് ഒരു അറിവ് പറഞ്ഞു തരാം, എന്നെ വിട്ടയച്ചാൽ നിനക്ക് ഞാൻ ഒരു അറിവ് പറഞ്ഞു തരാം. അബൂ ഹുറൈറ തങ്ങൾ അറിവിന്റെ ആഗ്രഹം കൊണ്ട്, ഇന്ന് വരെ ആരും നിനക്ക് പഠിപ്പിച്ചു തരാത്ത ഒരു അറിവ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, എന്നെ വിട്ടയച്ചാലും. എന്താണ് ആ അറിവെന്നറിയുമോ? ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറഅ ആയത്തുൽ കുർസി. നീ കിടക്കാൻ നേരം നിന്റെ കിടപ്പറയിൽ വീട്ടിൽ വെച്ചിട്ട് ആയത്തുൽ കുർസി അങ്ങ് ഓതണേ, കിടക്കുന്നതിന് മുന്നേ, ഉറങ്ങുന്നതിന് മുന്നേ. എന്നാൽ അല്ലാഹു നിനക്ക് ഒരു ആയത്തുൽ കുർസിയിന് ഒരു കാവൽക്കാരനായ മലക്കിനെ ഏർപ്പെടുത്തും. 2 ഓതിയാൽ 2 മലക്കിനെ, 3 ഓതിയാൽ അല്ലാഹു തന്നെ ഏറ്റെടുക്കും. ആയത്തുൽ കുർസി ഓതിക്കോ ഉറങ്ങുന്നതിന് മുമ്പ്. എന്നാൽ വലാ യഖറബുക ശൈത്വാൻ ഹത്താ തുസ്ബിഹ, സുബ്ഹി വരെ ഒരു ശൈത്വാനും നിന്റെ അടുത്തേക്ക് വരൂലാന്ന് ആ കള്ളൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ടോ മഹാനവറുകൾ സുബ്ഹിക്ക് ചെന്നപ്പോ മഹാനായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെ വന്നൂലേ? വന്നു. അയാളെ വെറുതെ വിട്ടോ? വിട്ടു. സദഖക, ഇന്നലെ പറഞ്ഞ കാര്യം സത്യ. ഉറങ്ങാൻ നേരം ആയത്തുൽ കുർസി ഓതിയ അള്ളാന്റെ ഭാഗത്ത് നിന്നും കാവലും പിശാച് നിന്നോട് അടുക്കൂല എന്ന് പറഞ്ഞ ഇൽമ് സത്യ. അയാള് കള്ളനാ. വഹുവ കദൂബ്, ദാക ശൈത്വാൻ. ആരാ വന്നെന്ന് അറിയണ്ടേ? അത് ശൈത്വാനാ. ശൈത്വാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്നെയാ ഇന്നലെ വന്നത്, മിനിഞ്ഞാന്ന് വന്നത്, അതിന്റെ തലേ ദിവസം വന്നത്. അയാള് കള്ളനാണ്, കളവേ പറയൂ. പക്ഷെ ഇന്നലെ പറഞ്ഞത് സത്യമാ. ഉറങ്ങാൻ നേരം ആയത്തുൽ കുർസി ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പിശാച് അടുക്കൂല. ആയത്തുൽ കുർസി പിശാചിൽ നിന്നും കാവല. നമ്മുടെ വീട്ടില് അൽ ബഖറയുടെ അത്ഭുതത്തിൽ പ്രധാനമായ ആയത്തുൽ കുർസിയും ഓതണം. കേട്ടോളൂ, ഒരു ഹദീസ് ഞാൻ പറയാം. عن أسيد بن حضير رضي الله عنه قال بينما هو يقرأ من الليل سورة البقرة وفرسه مربوط عنده جالت الفرس فسكتت فقرأ فجالت الفرس فسكتت الفرس ثم قرأ فجالت الفرس فانصرف وكان ابنه يحيى قريبا منها فأشفق أن تصيبه فلما اضطره رفع رأسه إلى السماء حتى ما يراها فلما أصبح حدث النبي صلى الله عليه وسلم. വലിയ ഹദീസാ, സ്വഹീഹുൽ ബുഖാരി. ഞാൻ ചുരുക്കി പറയാം. ഈ ഹദീസ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ മറ്റൊരു ഹദീസ് ഓർമ്മ വരും. സ്വഹാബിയായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അൽ ബഖറ പാരായണം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഓത്തങ്ങ് കേൾക്കുമ്പോ, ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ കുതിരങ്ങനെ കരയാൻ തുടങ്ങും. അപ്പൊ കുതിര കരയണം എന്താണെന്നറിയാൻ വേണ്ടിട്ട് ഓതൽ നിർത്തും. ബുഖാരിയിലെ ഹദീസാണിത്. ഓതൽ നിർത്തി കുതിര എന്താ കരയുന്നതെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് നോക്കുമ്പോ ഓതൽ നിർത്തും, കുതിര കരച്ചിൽ നിർത്തും. ഓതൽ തുടങ്ങും, അപ്പൊ കുതിര കരച്ചിൽ തുടങ്ങും. അങ്ങനെ നിർത്തി തുടങ്ങി. കുതിരയും അങ്ങനെ തന്നെ കരച്ചിൽ തുടങ്ങും, നിർത്തും. ഈ ഓതലുമായി കുതിരക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എന്റെ മോൻ യഹ്യ, ചെറിയ മോനാ, കുതിരയുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഈ കുതിര എങ്ങനെ കരച്ചിലും ഓട്ടവും ചാട്ടമൊക്കെ ആയപ്പോ എന്റെ കുട്ടിയെ കുതിര ഉപദ്രവിക്കോ, വല്ല അപകടം പറ്റുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് ഈ കുതിര കരയുമ്പോ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ ആകാശത്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോ ഒരു പ്രകാശം കണ്ടു. ഞാൻ ഓതുമ്പോ ഈ പ്രകാശം ഇറങ്ങി വരാം.
ഇതേപോലെ തന്നെ ഒരു ഹദീസ് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു റിവായത്തിൽ അൽ ബഖറ പാരായണം ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം അൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരി തന്നെ മറ്റൊരു ഹദീസ് കാണാം. അതും സ്വഹാബി വേറെയാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഒരു പ്രകാശം ഇറങ്ങി വന്നു. അൽ ബഖറ ഓതുന്നോടത്ത് പ്രകാശം. ഞാൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ സുബഹിക്ക് ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തിൽക്കൽ മലായികത്തു ദനത് ലിസൗതിക. ഉസൈദ് ഇബ്നു ഹുദൈറേ, നിന്റെ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണത്. ആ മലക്കിനെ നിന്റെ കുതിര കണ്ടു. വലോ ഖറഅത ലഅസ്ബഹത യൻദുറു الناس ഇലൈഹാ ലാ തതവാറാ മിൻഹും. സുബഹി കഴിഞ്ഞ് പിന്നെയും ഇരുന്ന് അൽ ബഖറ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു താങ്കളെങ്കിൽ ഉസൈദേ, അൽ ബഖറ ഓത്ത് സുബഹിക്ക് മുമ്പ് നീ അവസാനിപ്പിച്ചല്ലോ. അവസാനിപ്പിക്കാതെ പട്ടാപ്പകലും നീ അൽ ബഖറ ഇന്നലെ ഓതിയത് അങ്ങനെ തുടർന്ന് ഓതുകയാണെങ്കിൽ ആളുകൾക്ക് മുഴുവനും വന്ന് കാണാൻ കഴിയും വിധം ആകാശത്തിൽ ആ പ്രകാശം ഒരു ചർച്ചയാകുമായിരുന്നു. ആകാശത്തിൽ ആ പ്രകാശം മങ്ങാതെ നിലയ്ക്കാതെ നിലനിൽക്കുമായിരുന്നു. നേരം പുലരുമ്പോൾ ആളുകൾക്ക് മുഴുവനും വന്ന് നിറഞ്ഞു നിന്ന് കാണാമായിരുന്നു. നബിയേ മുഹമ്മദ് മുസ്തഫ. അൽ ബഖറ പാരായണം ചെയ്യുന്നിടത്ത് പ്രകാശം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിൽ അൽ ബഖറ പാരായണം ചെയ്യണം. അൽ ബഖറയിലെ ആയത്തുൽ കുർസിയും ആമന റസൂലും നമ്മുടെ ജീവിതത്തിൽ ഈ റജബ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ റജബിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തിനോട് സ്നേഹം ഉണ്ടാവണം. അത് റജബിന്റെ ഗിഫ്റ്റാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ പൊറുക്കണമല്ലാ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ശിഫ നൽകണേ തമ്പുരാനെ. മാരകമായ രോഗമുള്ള ഒരു സഹോദരൻ, ഒരു ഫൈസി, അല്ലാഹുവേ, ആ മഹാനായ പണ്ഡിതൻ, എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള സഹോദരൻ ഭീമമായൊരു സംഖ്യ ചെലവ് ചെയ്ത് വലിയൊരു ചികിത്സക്ക് ഇറങ്ങുന്നു. അല്ലാഹുവേ, ആ മാരക രോഗം നീ ശിഫയാക്കണേ. ശിഫയാക്ക് തമ്പുരാനെ. കൊച്ചുമക്കളാ തമ്പുരാനെ, ആ സഹോദരന്റെ കുടുംബത്തിന് സമാധാനം നൽകണേ. ലിവറിൽ ക്യാൻസർ ഉള്ള ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ശിഫ നൽകണേ. അല്ലാഹുവേ, 22 വയസ്സുള്ള ഒരു മകന് ക്യാൻസറാണ്. ശിഫ നൽകണേ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കേൾക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ബർക്കത്തും നീ നൽകണേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ. അപകടങ്ങളെ തൊട്ട് കാക്കണേ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ. കടബാധ്യതകൾ വീട്ടിത്തരണേ. വീട് പണി ഭംഗിയാക്കണേ. പലിശ കടത്തിൽ നിന്നും കരകയറ്റണം. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ. അവസാനം നന്നാവാൻ ഭാഗ്യം നൽകണേ. റബ്ബനാ റഹ്മഹും കമാ റബ്ബൗനാ സുഗാറാ. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.